നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരാൾ നിങ്ങളെ വഞ്ചിച്ചതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പൂർണ്ണമായി വിശ്വസിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സമയവും നൽകിയ ഒരാൾ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ശത്രുവായി മാറിയാൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? ഇത് കേവലം ഒരു ചോദ്യമല്ല, മിക്കവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുള്ള വളരെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുക എന്നത് സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കാൻ പാടില്ല എന്നത് ഒരു വലിയ കലയാണ്. ഈ കലയിൽ നമ്മെ സഹായിക്കാൻ ഭാരതത്തിലെ ഏറ്റവും മികച്ച ബുദ്ധിമാനായ ചാണക്യനേക്കാൾ മികച്ച മറ്റാരുമില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ചാണക്യൻ തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിൽ നിന്നും രൂപപ്പെടുത്തിയ ആശയങ്ങൾ ഇന്നും പ്രസക്തമാണ്. ഒരു വലിയ സാമ്രാജ്യത്തെ തന്നെ കെട്ടിപ്പടുക്കാൻ തക്ക ബുദ്ധിശക്തിയുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ മനുഷ്യന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പാഠപുസ്തകമാണ്. ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് ചാണക്യനീതി പ്രകാരം എങ്ങനെയുള്ള സ്ത്രീകളെയാണ് നാം ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്തത് എന്നാണ്. ഇവിടെ സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ സ്വഭാവവിശേഷങ്ങൾ പുരുഷന്മാർക്കും ഒരുപോലെ ബാധകമാണ് എന്നതാണ് സത്യം. എങ്കിലും ചാണക്യനീതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നെടുന്തൂണായ സ്ത്രീകളിൽ കാണാൻ പാടില്ലാത്ത, കണ്ടാൽ ഉടൻ തന്നെ അകലം പാലിക്കേണ്ട ചില പ്രത്യേക സ്വഭാവങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. മനുഷ്യന്റെ ബാഹ്യ സൗന്ദര്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെയും ബന്ധങ്ങളെയും മാറ്റിമറിക്കാൻ സാധ്യതയുള്ളവയാണ്. അതിനാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അമിതമായ ധനമോഹമുള്ളവർ. ഒന്നാമതായി ചാണക്യൻ പറയുന്നത് അമിതമായ ധനമോഹമുള്ളവരെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ്. പണം എല്ലാവർക്കും ആവശ്യമാണ്. ഈ ലോകത്ത് ജീവിക്കാൻ പണം കൂടിയേ തീരൂ എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പണത്തോടുള്ള ആർത്തി മറ്റൊരു തലത്തിലുള്ള ഒരു അപകടകരമായ മാനസികാവസ്ഥയാണ്. സ്വന്തം ഭർത്താവിനേക്കാളും മക്കളെക്കാളും കുടുംബത്തെക്കാളും ഉപരിയായി പണത്തെയും ഭൗതിക സാഹചര്യങ്ങളെയും മാത്രം സ്നേഹിക്കുന്ന ഒരുവൾക്ക് ഏതു നിമിഷവും ആരെയും വഞ്ചിക്കാൻ കഴിയും. ഇത്തരക്കാർ എപ്പോഴും മറ്റുള്ളവരുടെ സമ്പത്തിലേക്ക് കണ്ണുവയ്ക്കുന്നവരായിരിക്കും. നിങ്ങളുടെ പക്കൽ പണമുള്ളിടത്തോളം കാലം ഇവർ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ സ്നേഹമയിയായ പങ്കാളിയോ ആയി അതിഗംഭീരമായി അഭിനയിക്കും. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അവരുടെ സ്നേഹവും വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. എന്നാൽ നിങ്ങളുടെ സമ്പത്ത് കുറയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയോ ചെയ്യുമ്പോൾ ഇവരുടെ തനിനിറം പുറത്തുവരും. അവർ നിങ്ങളെ അപമാനിക്കാനും കുറ്റപ്പെടുത്താനും അവസാനം നിങ്ങളെ ഉപേക്ഷിച്ചു പോകാനും ഒരു നിമിഷം പോലും ചിന്തിക്കില്ല. ധനക്കൊതിയുള്ള ഒരു വ്യക്തിക്ക് സത്യം, ധർമ്മം, സ്നേഹം, ബന്ധങ്ങൾ എന്നിവയ്ക്കൊന്നും യാതൊരു വിലയുമില്ല. അവർക്ക് പണം മാത്രമാണ് ദൈവം, പണം മാത്രമാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനം. അതിനാൽ പണത്തിനുവേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, എപ്പോഴും പണത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന, പണത്തിന്റെ പേരിൽ മറ്റുള്ളവരെ അളക്കുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എത്രയും വേഗം അകറ്റി നിർത്തുക എന്നതാണ് നിങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ കാര്യം. നിരന്തരം നുണ പറയുന്ന പ്രകൃതക്കാർ. രണ്ടാമത്തെ സ്വഭാവം നിരന്തരം നുണ പറയുന്ന പ്രകൃതമാണ്. ഏതൊരു ബന്ധത്തിന്റെയും ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് പറയുന്നത് പരസ്പരമുള്ള വിശ്വാസമാണ്. വിശ്വാസമെന്നത് ഒരു ചില്ലുകണ്ണാടി പോലെയാണ് എന്ന് പറയാറുണ്ട്. ഒരിക്കൽ തകർന്നാൽ പിന്നീടത് പഴയതുപോലെയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചാണക്യൻ വ്യക്തമാക്കുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും യാതൊരു സങ്കോചവുമില്ലാതെ നുണ പറയുന്ന ശീലമുള്ളവരെ ഒരു കാരണവശാലും വിശ്വസിക്കരുത് എന്നാണ്. ചിലർ തങ്ങളുടെ തെറ്റുകൾ മറച്ചുവെക്കാൻ നുണ പറയും. ചിലർ മറ്റുള്ളവരെ ആകർഷിക്കാനോ അനുകമ്പ പിടിച്ചുപറ്റാനോ നുണ പറയും. മറ്റു ചിലർ ഒരു കാരണവുമില്ലാതെ നുണ പറയുന്നവരായിരിക്കും. ഇത്തരക്കാർ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഏതു നിമിഷവും കള്ളക്കഥകൾ മെനയാൻ മിടുക്കരായിരിക്കും. ഇവരുടെ വാക്കുകളിൽ യാതൊരു സ്ഥിരതയും ഉണ്ടാകില്ല. നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളെ പുകഴ്ത്തി സംസാരിക്കുന്ന ഇവർ നിങ്ങളുടെ പിന്നിൽ പോയി നിങ്ങളെക്കുറിച്ചില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്താനും കുറ്റം പറയാനും മടിക്കില്ല. ഒരു നുണ മറച്ചുവെക്കാൻ അവർ 100 പുതിയ നുണകൾ പറയും. ഇങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുക എന്നത് എപ്പോഴും പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ ജീവിക്കുന്നതിന് തുല്യമാണ്. എപ്പോഴാണ് അവർ നിങ്ങളെ ഒരു വലിയ ചതിക്കുഴിയിലേക്ക് തള്ളിയിടുക എന്ന് പ്രവചിക്കാൻ സാധിക്കില്ല. സത്യസന്ധതയില്ലാത്ത ഒരു ബന്ധത്തിനും ആയുസ്സില്ല എന്ന് ചാണക്യൻ അടിവരയിട്ട് പറയുന്നു. അതിനാൽ നാവിലെ വാക്കുകളിൽ സത്യമില്ലാത്തവരെ ഒരു കാരണവശാലും നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തരുത്. അഹങ്കാരവും ഗർവുമുള്ളവർ. മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അഹങ്കാരവും ഗർവുമുള്ളവരെയാണ്. സൗന്ദര്യത്തിന്റെ പേരിലോ സ്വന്തം സമ്പത്തിന്റെ പേരിലോ വിദ്യാഭ്യാസത്തിന്റെ പേരിലോ അല്ലെങ്കിൽ തന്റെ കുടുംബ മഹിമയുടെ പേരിലോ അമിതമായ അഹങ്കാരം കൊണ്ടു നടക്കുന്നവരെ വിശ്വസിക്കുന്നത് വളരെ വലിയ അപകടമാണ് ക്ഷണിച്ചുവരുത്തുക. അഹങ്കാരം എന്നത് ഒരു മനുഷ്യന്റെ വിവേകത്തെയും ചിന്താശേഷിയെയും ഇല്ലാതാക്കുന്ന ഒരു വലിയ അന്ധകാരമാണ്. അഹങ്കാരിയായ ഒരാൾക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനോ അവരെ മനുഷ്യരായി പരിഗണിക്കാനോ സാധിക്കില്ല. അവരെപ്പോഴും താനാണ് വലിയവൾ എന്ന ചിന്തയിൽ മാത്രം ജീവിക്കുന്നവരായിരിക്കും. തന്റെ മുന്നിൽ മറ്റുള്ളവരെല്ലാം വെറും നിസാരക്കാരാണെന്ന് അവർ കരുതും. ഇത്തരം സ്വഭാവമുള്ളവർ തങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കില്ല. എന്തു വലിയ പ്രശ്നം വന്നാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തന്ത്രപരമായി മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ഇവർ ശ്രമിക്കും.
ഒരു ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാനോ തന്റെ തെറ്റിന് ക്ഷമ ചോദിക്കാനോ ഇവർക്ക് ഒരിക്കലും കഴിയില്ല. അഹങ്കാരം നിറഞ്ഞ മനസ്സിൽ യഥാർത്ഥ സ്നേഹത്തിനോ കാരുണ്യത്തിനോ സഹാനുഭൂതിക്കോ യാതൊരു സ്ഥാനവുമില്ല. തന്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയും തന്റെ അഹംഭാവം സംരക്ഷിക്കാൻ വേണ്ടിയും അവർ സ്വന്തം ആളുകളെ വേണമെങ്കിലും ചവിട്ടിമെതിക്കാൻ തയ്യാറാകും. അഹങ്കാരം വിനാശത്തിന്റെ മുന്നോടിയാണെന്നാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത്. അതിനാൽ അഹംഭാവം തലയ്ക്ക് പിടിച്ചവരുമായി സൗഹൃദമോ വിവാഹബന്ധമോ സ്ഥാപിക്കുന്നത് നിങ്ങളുടെ സ്വന്തം സമാധാനവും അഭിമാനവും എന്നേക്കുമായി നഷ്ടപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുൻപായി ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർക്കുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്നവർ. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം സ്വാർത്ഥതയാണ്. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം എപ്പോഴും പ്രാധാന്യം നൽകുന്ന, മറ്റുള്ളവരുടെ സങ്കടങ്ങളോ ബുദ്ധിമുട്ടുകളോ കണ്ടില്ലെന്ന് നടിക്കുന്ന ആളുകളെ എപ്പോഴും കരുതിയിരിക്കണം. ഇവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നത് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടോ നിങ്ങൾ അവർക്ക് നൽകുന്ന പരിഗണന കൊണ്ടോ അല്ല, മറിച്ച് നിങ്ങളിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന വ്യക്തിപരമായ നേട്ടങ്ങൾ കൊണ്ട് മാത്രമാണ്. അവരുടെ ആവശ്യങ്ങൾ കഴിയുന്നതുവരെ അവർ നിങ്ങളോട് വളരെ മധുരമായി സ്നേഹം തുളുമ്പുന്ന വാക്കുകളിൽ സംസാരിക്കും. നിങ്ങളുടെ ഏറ്റവും അടുത്തയാളായി അവർ അഭിനയിച്ചു തകർക്കും. എന്നാൽ അവർക്ക് നിങ്ങളിൽ നിന്നും ഇനി ഒന്നും ലഭിക്കാനില്ല എന്ന് മനസ്സിലാകുന്ന ആ നിമിഷം അവർ നിങ്ങളെ തിരിഞ്ഞുപോലും നോക്കില്ല. നിങ്ങളൊരു വലിയ പ്രതിസന്ധിയിൽപ്പെടുമ്പോൾ അവരുടെ സഹായമോ ആശ്വാസമോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ അവർ നിങ്ങളെ തനിച്ചാക്കി കടന്നുകളയും. യഥാർത്ഥ ബന്ധങ്ങളെന്നത് പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളാണ്. സന്തോഷവും സങ്കടവും ഒരുപോലെ പങ്കുവെക്കലാണ്. എന്നാൽ സ്വാർത്ഥയായ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങാൻ മാത്രമേ അറിയൂ. സ്വന്തമായി ഒരിറ്റു സ്നേഹം പോലും തിരിച്ചു നൽകാൻ അവർക്ക് അറിയില്ല. ചാണക്യൻ പറയുന്നത് എപ്പോഴും തന്റെ ലാഭം മാത്രം നോക്കുന്ന ഒരാളെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ്. കാരണം അവരുടെ കൂറും കടപ്പാടും എപ്പോഴും അവരുടെ സ്വന്തം താൽപ്പര്യങ്ങളോട് മാത്രമായിരിക്കും. മറ്റുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നവരും ബഹുമാനിക്കാത്തവരും. അഞ്ചാമതായി ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്നത് മുതിർന്നവരെയും കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെയും ബഹുമാനിക്കാത്ത, എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രകൃതമുള്ളവരെക്കുറിച്ചാണ്. ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളം മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് പ്രായമായവരോടും മുതിർന്നവരോടും അവർ കാണിക്കുന്ന ആദരവും മര്യാദയുമാണ്. തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ തന്റെ പങ്കാളിയുടെ മാതാപിതാക്കളെയോ ബഹുമാനിക്കാൻ കഴിയാത്ത, അവരോട് മോശമായി പെരുമാറുന്ന ഒരാൾക്ക് ഭാവിയിൽ നിങ്ങളെയും ബഹുമാനിക്കാൻ കഴിയില്ല എന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. കുടുംബബന്ധങ്ങളുടെ വില മനസ്സിലാക്കാത്തവർ എപ്പോഴും കുടുംബത്തിൽ കലഹങ്ങളുണ്ടാക്കാൻ കാരണക്കാരാകും. അവർ എപ്പോഴും പരാതികളും കുറ്റപ്പെടുത്തലുകളുമായി നടക്കും. ആരുടെയും നന്മയോ അവർ ചെയ്യുന്ന സഹായങ്ങളോ ഇവർക്ക് കാണാൻ കഴിയില്ല. മറ്റുള്ളവരെ പരിഹസിക്കുന്നതിലും അവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തരംതാഴ്ത്തി സംസാരിക്കുന്നതിലും ഇവർ വലിയൊരു ആനന്ദം കണ്ടെത്തും. സംസ്കാരവും മര്യാദയുമില്ലാത്ത ഇത്തരം ആളുകളെ വിശ്വസിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിയാൽ അത് ആ കുടുംബത്തിന്റെ മുഴുവൻ സമാധാനവും സന്തോഷവും പൂർണ്ണമായും ഇല്ലാതാക്കും. കുടുംബത്തിന്റെ ഐക്യം നിലനിർത്തുന്നത് പരസ്പരമുള്ള ബഹുമാനത്തിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയുമാണ്. അത് ഇല്ലാത്ത ഇടത്ത് എപ്പോഴും യുദ്ധസമാനമായ ശ്വാസം മുട്ടിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും. ചഞ്ചലമായ മനസ്സുള്ളവർ. ആറാമത്തെയും അവസാനത്തെയും കാര്യം ചഞ്ചലമായ പ്രകൃതമാണ്. മനസ്സിന് യാതൊരു സ്ഥിരതയുമില്ലാത്തവരെ വിശ്വസിക്കുന്നത് വളരെ വലിയ അപകടമാണ്. ഇന്നവർ ഒരു തീരുമാനമെടുക്കും, നിങ്ങളോട് വലിയ വാഗ്ദാനങ്ങൾ നൽകും. എന്നാൽ നാളെ യാതൊരു കാരണവുമില്ലാതെ അവർ അത് മാറ്റും. സ്വന്തം വാക്കുകളിൽ അവർക്ക് തന്നെ ഉറപ്പുണ്ടാകില്ല. ബുദ്ധിയേക്കാൾ ഉപരിയായി പെട്ടെന്നുള്ള വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും ഇവർ. അമിതമായ ദേഷ്യം വന്നാൽ എന്താണ് പറയുന്നതെന്നോ ചെയ്യുന്നതെന്നോ അവർക്ക് തന്നെ അറിയില്ല. സന്തോഷം വരുമ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ. യുക്തിസഹമായി കാര്യങ്ങളെ ചിന്തിക്കാനോ ഒരു പ്രവൃത്തിയുടെ വരുംവരായികകൾ മനസ്സിലാക്കാനോ ഇവർക്ക് കഴിയില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് വളരെ പെട്ടെന്ന് സ്വാധീനിക്കപ്പെടുന്നവരായിരിക്കും ഇവർ. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായ കാര്യം പറഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ നിങ്ങളോട് ചോദിച്ചറിയാതെ അത് കണ്ണടച്ച് വിശ്വസിക്കുകയും അതിനനുസരിച്ച് നിങ്ങളോട് മോശമായി പ്രതികരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരെ ആർക്കും വളരെ എളുപ്പത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ മനസ്സ് മാറ്റാനും സാധിക്കും. അതിനാൽ തന്നെ ഇവർ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വലിയ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്ഥിരതയില്ലാത്ത മനസ്സുള്ളവർക്ക് സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും സമാധാനം കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല. ചാണക്യന്റെ ഈ നിരീക്ഷണങ്ങൾ കേവലം സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല എന്ന് നാം തിരിച്ചറിയണം. ഇതൊരു മനുഷ്യന്റെ സ്വഭാവത്തിലെ ഇരുണ്ട വശങ്ങളെക്കുറിച്ചുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. മനുഷ്യരെ ശരിയായി തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. ബാഹ്യമായ സൗന്ദര്യത്തിലോ മധുരമുള്ള വാക്കുകളിലോ അഭിനയത്തിലോ മയങ്ങി വീഴാതെ ഒരാളുടെ നിരന്തരമായ പ്രവൃത്തികളെയും അവരുടെ യഥാർത്ഥ സ്വഭാവത്തെയും വിലയിരുത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആരെയാണ് പൂർണ്ണമായി വിശ്വസിക്കുന്നത്, ആരെയാണ് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്നത് നമ്മുടെ ഭാവിയെയും സമാധാനത്തെയും തീരുമാനിക്കുന്ന കാര്യമാണ്. തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നത് നിങ്ങളുടെ സമ്പത്തും സമാധാനവും ജീവിതം തന്നെയും നശിപ്പിച്ചേക്കാം. എന്നാൽ ശരിയായ വിശ്വസ്തരായ ആളുകളെ കണ്ടെത്തുന്നത് നമ്മുടെ ജീവിതം സ്വർഗ്ഗതുല്യമാക്കുകയും പ്രതിസന്ധികളിൽ നമുക്ക് വലിയൊരു കരുത്തായി മാറുകയും ചെയ്യും.
ചാണക്യനീതിയിലെ ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ വഞ്ചനയുടെയും ചതിയുടെയും വേദനകളിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരളവ് വരെ രക്ഷപ്പെടാൻ സാധിക്കും. അതിനാൽ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കുക. നിങ്ങളുടെ സ്വന്തം ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് മാത്രം മറ്റുള്ളവരെ വിശ്വസിക്കുക.